ഹലോ എവരി വൺ, എല്ലാവർക്കും എൻ്റെ ഫസ്റ്റ് വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ഞാൻ ഒരു കമൻറ്റിലൂടെ നിങ്ങളോട് പറഞ്ഞല്ലോ എൻ്റെ കയ്യിൽ ബ്രില്യൻറ്റ് സ്റ്റഡി സെൻറ്റർ പാലയുടെ 2023 നീറ്റ് സ്റ്റഡി മെറ്റീരിയൽ ഉണ്ടെന്ന്. അപ്പോൾ അതൊന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താമെന്ന് കരുതിയാണ്. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ അടുത്ത് യൂസ്ഡ് മെറ്റീരിയലും ഉണ്ട്, യൂസ് ചെയ്യാത്തതും ഉണ്ടെന്ന്. അപ്പോൾ ഈ വീഡിയോയിലൂടെ യൂസ് ചെയ്യാത്ത മെറ്റീരിയലിനെയാണ് നമ്മൾ ഒന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. കാരണം അത് ഞാൻ നിങ്ങൾ പറയുന്ന റേറ്റിൽ ഞാൻ നിങ്ങൾക്ക് നൽകാമെന്ന്. അപ്പോൾ അത് വാങ്ങിക്കുന്നതിന് മുമ്പ് നിങ്ങൾ എന്തൊക്കെ ബുക്സാണുള്ളതെന്നും അതുപോലെ തന്നെ അത് എങ്ങനത്തെ ഐറ്റംസ് ആണെന്നൊക്കെ ഒന്ന് ജസ്റ്റ് നിങ്ങൾക്കൊരു ഓവർവ്യൂ നൽകാമെന്ന് കരുതിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഈ ബുക്സ് നോക്കുകയാണെങ്കിൽ 2023 ഓൺലൈൻകാർക്ക് കിട്ടിയത് ഇത്ര മെറ്റീരിയൽസാണ്. അതായത് 12 സെറ്റ് മെറ്റീരിയൽസാണ് നമുക്ക് കിട്ടിയത്. 12 ഐറ്റം ബുക്സ്, അതായത് സ്റ്റഡി മെറ്റീരിയൽ, വർക്ക് ബുക്ക്, അതേപോലെ തന്നെ സ്റ്റഡി പാക്കേജ്, ഈ 3 ഐറ്റം ബുക്സാണുള്ളത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഓരോന്നിനെക്കുറിച്ചൊന്ന് ഞാനൊന്ന് ജസ്റ്റ് ഒരു അവലോകനം നൽകാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് സ്റ്റഡി മെറ്റീരിയൽ എന്ന് നോക്കാം. സ്റ്റഡി മെറ്റീരിയൽ എന്ന് വെച്ചാൽ നമുക്ക് തിയറി ക്ലാസ്സസ് എടുക്കുമ്പോൾ സാറുമാർ ഓരോ ടോപ്പിക്സ് കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ചെയ്യല്ല. അത് ഈ സ്റ്റഡി മെറ്റീരിയലത്തെ ക്വസ്റ്റ്യൻസ്, അതായത് ഞങ്ങളോട് തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫസ്റ്റ് നമ്മൾ പഠിച്ചിരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ മെറ്റീരിയലത്തെ ക്വസ്റ്റ്യൻസാണ്. ഇത് പഠിക്കുമ്പോൾ തന്നെ നമുക്കൊരു ജസ്റ്റ് ഓവറോൾ നമ്മൾ ആ ചാപ്റ്ററിനൊന്ന് ടച്ച് ചെയ്ത് പോയ പോലെ നമുക്ക് തോന്നും. പിന്നെ അതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഇതിൽ ലെവൽ 1, ലെവൽ 2 ആയിട്ടാണ് ക്വസ്റ്റ്യൻസ് ഉള്ളത്. അതായത് ഡിഫിക്കൽട്ടി ലെവലിനനുസരിച്ചാണ് അങ്ങനെ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഏകദേശം 30 ക്വസ്റ്റ്യൻസും അതിനേക്കാൾ അധികമാണുള്ളത്. ആവറേജ് ഒരു 30 ക്വസ്റ്റ്യൻസ് എങ്കിലും ഒരു ചാപ്റ്ററിൽ നിന്ന് നമ്മൾ കാണും. പിന്നെ വലിയ വലിയ ചാപ്റ്റേഴ്സ് ആകുമ്പോൾ അതിലും കൂടുതൽ ക്വസ്റ്റ്യൻസ് കാണും. അപ്പോൾ ഇതാണ് ഞങ്ങൾക്ക് സാറുമാർ ക്ലാസ്സിൽ എടുത്തു തരുന്ന ക്വസ്റ്റ്യൻസ്. ഇപ്പോൾ ഓഫ്ലൈനൊക്കെ ആണെങ്കിൽ ഫേസ് 2കാർക്ക് ഇതിൽ ലെവൽ 1 ക്വസ്റ്റ്യൻസ് സ്വയം ചെയ്യാനൊക്കെ കൊടുക്കാറുണ്ട്. പക്ഷേ ഓൺലൈൻകാർക്ക് അത് ഫുള്ളും ക്ലാസ്സിൽ തന്നെ എടുത്തു തരാറുണ്ട്. ഇനി ഞാൻ രണ്ടാമത്തെ മെറ്റീരിയൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ഞാനൊരു പ്രയോറിറ്റി ഓർഡറിലാണ് ഇത് പോകുന്നത്. കാരണം അതിൽ നമ്മൾ പഠിച്ചിരിക്കേണ്ടത്, അതായത് നമ്മളെ ടൈം അനുസരിച്ച് നമ്മൾ എന്തായാലും നിർബന്ധമായും ഈ ഓർഡറിൽ നോക്കണം. അപ്പോൾ അതനുസരിച്ചാണ് ഞാൻ നിങ്ങൾക്കിത് പരിചയപ്പെടുത്തുന്നത്. നെക്സ്റ്റാണ് നമ്മളിപ്പോൾ ഒരു ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻസാണ് നമ്മൾ സ്റ്റഡി മെറ്റീരിയലിൻ്റെ ക്വസ്റ്റ്യൻസാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ അറിയുമെന്ന് ഉറപ്പ് വരുത്തേണ്ടത്. പിന്നെ നെക്സ്റ്റാണ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ എൻ്റെ ഫേവറേറ്റാണ്, അതുപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് ബുക്സാണ് നമ്മുടെ വർക്ക് ബുക്ക്. ഏകദേശം 50 ക്വസ്റ്റ്യൻസ് ഓരോ ചാപ്റ്ററിൽ നിന്നും നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ഏകദേശം നമ്മൾ ഈ തിയറിയൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻസ് 50 എണ്ണം പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഓവറോൾ ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്ന എങ്ങനെ ക്വസ്റ്റ്യൻസ് വന്നാലും നമുക്ക് പിന്നെ ചെയ്യാൻ കഴിയും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ വർക്ക് ബുക്കത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ എന്തായാലും പഠിച്ചിരിക്കണം. അങ്ങനെയാണ് ഈ സെക്കൻഡാമത്തെ മെറ്റീരിയൽ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ സ്റ്റഡി പാക്കേജാണ്. സ്റ്റഡി പാക്കേജ് എന്ന് വെച്ചാൽ പിന്നെ ഒരു കാര്യം കൂടി പറയാം. വർക്ക് ബുക്കിൽ എന്ന് വെച്ചാൽ അതിൻ്റെ ആൻസേഴ്സ് അതിൽ കൊടുത്തിട്ടില്ല. അപ്പോൾ ഇത് വാങ്ങിക്കുന്ന ആരെങ്കിലും ഇത് വാങ്ങിക്കുകയാണെങ്കിൽ ഞാൻ അവർക്ക് ആൻസേഴ്സ് PDF ആയിട്ട് നൽകും. കാരണം ഞങ്ങൾക്കാണെങ്കിൽ ഇത് ഈ ലേണിംഗ് ആപ്പിലാണ് കൊടുത്തിരുന്നത്. കാരണം നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഉത്തരം ശരിയാണോ ഇല്ലേ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതങ്ങനെ കൊടുത്തേക്കുന്നത്. പിന്നെ മൂന്നാമത്തെ മെറ്റീരിയലാണ് ഞാൻ പറയാൻ പോകുന്നത് സ്റ്റഡി പാക്കേജ്. സ്റ്റഡി പാക്കേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിൽ തിയറി നോട്ട്സും കൊടുത്തിട്ടുണ്ട്. ബാക്കി 2 എണ്ണത്തിലും ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ. ഇതിലാണ് നോട്ട്സ് ഉള്ളത്. ഇതിൻ്റെ കട്ടി കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് അത്യാവശ്യം കട്ടിയുള്ള പുസ്തകമാണ്. പിന്നെ ഇതിൽ 3 ലെവലായിട്ട് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ലെവൽ 1, ലെവൽ 2, ലെവൽ 3 ആയിട്ട്. അതായത് ഞാൻ പറഞ്ഞില്ല, ഡിഫിക്കൽട്ടി ലെവൽ അനുസരിച്ച് അങ്ങനെ കൊടുത്തേക്കുന്നു. അപ്പോൾ ഈ സ്റ്റഡി മെറ്റീരിയലിൻ്റെയും അതുപോലെ തന്നെ വർക്ക് ബുക്കിൻ്റെയും ഒക്കെ ഒരു കോമ്പിനേഷനായിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ പുസ്തകം പറയാം. ഏകദേശം സെയിം ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ ഇതിലും അതിലൊക്കെ കാണാറുണ്ട്. അപ്പോൾ ഇതാണ് തേർഡ് മെറ്റീരിയൽ എന്ന് പറയുന്നത്.
പിന്നെ ഈ മെറ്റീരിയൽസ് എന്ന് വെച്ചാൽ 2023 ഓൺലൈൻകാർക്ക് കിട്ടിയ മെറ്റീരിയൽസാണ്. ഓഫ്ലൈൻകാർക്ക് ഇനി ഇതിലധികം എന്തെങ്കിലും കിട്ടിയോയെന്ന് അറിയില്ല. അവർ ഇതിലധികം ഫീ കൊടുക്കുന്നതല്ല. അപ്പോൾ പിന്നെ ഇതിലധികം മെറ്റീരിയൽസ് കിട്ടിയിട്ടുണ്ടോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഇത്രയും മെറ്റീരിയൽസാണ് ഞങ്ങൾക്ക് കിട്ടിയത്. പിന്നെ നമ്മൾ 2023 ബ്രോഷർ ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞങ്ങൾക്ക് ഈ മെറ്റീരിയൽ കിട്ടിയത് 8000 റുപ്പീസിനാണ്. അതായത് 8000 രൂപയ്ക്കാണ് ഞങ്ങൾക്ക് ഈ മെറ്റീരിയൽ കിട്ടിയത്. അപ്പോൾ നിങ്ങൾ വാങ്ങിക്കുമ്പോൾ ഇതിനുള്ളിൽ വരുന്ന എത്ര പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് ആക്കിയിട്ടും നിങ്ങൾക്ക് തന്നെ പറയാം. കാരണം അതിൽ വെച്ചിട്ട് ഗുഡ് റേറ്റിനായിരിക്കും ഞാൻ കൊടുക്കുക. അപ്പോൾ 50%ലാണ് നിങ്ങൾക്ക് 50% പൈസയ്ക്കാണ് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുന്നെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ അതിൽ കൂടുതലാണെങ്കിൽ കൂടുതൽ, അല്ലെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് പറ്റുന്ന പ്രൈസിന് വാങ്ങിക്കുക. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഇത് ഇപ്രാവശ്യത്തെ ബ്രോഷർ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മെറ്റീരിയലിന് ഇട്ടേക്കുന്നത് 11,000 രൂപയാണ്. ചിലപ്പോൾ ഈ മെറ്റീരിയൽസിനെക്കാട്ടും കൂടുതൽ മെറ്റീരിയൽസ് ചിലപ്പോൾ അവൈലബിൾ ആവും. അതുകൊണ്ടായിരിക്കാം പ്രൈസ് കൂടിയത്. എങ്കിലും ഈ മെറ്റീരിയൽ തന്നെ ഇപ്പോൾ ഇത്രയും മെറ്റീരിയൽ വാങ്ങിച്ചാൽ ഇത് കുറവാണോ എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയാം, ഇത് തന്നെ ധാരാളമാണ്. നമ്മൾ ഇത് തന്നെ പ്രാക്ടീസ് ചെയ്യാനേ നമുക്ക് ടൈം കാണത്തുള്ളൂ. അപ്പോൾ നമുക്കറിയാം, നമ്മളിപ്പോൾ ഗൂഗിളിലൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻസിന് ഒരു ക്ഷാമം ഉണ്ടാവില്ല. ഇഷ്ടംപോലെ അധികം നമുക്ക് ക്വസ്റ്റ്യൻസ് കിട്ടും. പക്ഷേ നമ്മൾ ഉറപ്പുവരുത്തേണ്ടത് ഒരു നിശ്ചിത ഇമ്പോർട്ടൻറ്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്കറിയാമെന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. അപ്പോഴാണ് ഇങ്ങനത്തെ മെറ്റീരിയൽസ് നമുക്ക് ഉപകാരമാവുക. കാരണം ഈ മെറ്റീരിയൽസിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ, എന്നെക്കാളധികം നിങ്ങൾക്ക് ഞാൻ പറയുന്നതിനേക്കാളധികം നിങ്ങൾക്ക് യൂട്യൂബിൽ തന്നെ ബ്രില്യൻറ്റിൽ യൂട്യൂബ് ചാനലിൽ തന്നെ നോക്കാം മെറ്റീരിയലിൻ്റെ റിവ്യൂ. അപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിവ് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇത് വേണ്ടവർക്ക് എങ്ങനെയാണ് വാങ്ങിക്കേണ്ടതെന്ന് വെച്ചാൽ ഞാനിതിന് താഴെ ഒരു ഗൂഗിൾ ഫോം നൽകാം. അപ്പോൾ അത് ആവശ്യമുള്ളവർ ഫിൽ ചെയ്യുക. അതിൽ ഞാൻ ചോദിക്കുന്നതിനൊക്കെ അതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ മാത്രമല്ല, നിങ്ങൾ എത്ര പ്രൈസിലാണ് ഇത് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതും കൊടുക്കുക. അപ്പോൾ അതിൽ വെച്ചിട്ട് നല്ല ഗുഡ് റേറ്റ് പറയുന്നവർക്ക് ഞാനിത് നൽകാമെന്നാണ് കരുതുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഫിൽ ചെയ്യുക. നിങ്ങൾക്ക് പറ്റിയ അഫോർഡബിളായ ക്യാഷ് എത്രയാണോ അത് അനുസരിച്ച് നിങ്ങൾ ഫിൽ ചെയ്യുക. ഓക്കെ. അപ്പോൾ പിന്നെ അത് നോക്കിയതിന് ശേഷം ഞാൻ പിന്നെ അവരെ ബന്ധപ്പെടുന്നതായിരിക്കും. പിന്നെ എങ്ങനെയാണ് ഇത് അയച്ചു തരിക എന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ഫിൽ ചെയ്യുക. കാരണം കൊറിയർ ആയിട്ടായിരിക്കും അയച്ചു തരിക. പിന്നെ എൻ്റെ ഡിസ്ട്രിക്റ്റിൽപ്പെട്ട ആർക്കെങ്കിലും ആണെങ്കിൽ ഞാൻ നേരിട്ട് തന്നെ എത്തിച്ചു കൊടുക്കാൻ തന്നെ നോക്കാം. അല്ലാത്തവർക്കാണെങ്കിൽ നിങ്ങൾക്ക് അറിയാമല്ലോ, നെക്സ്റ്റ് ഇയർ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ട ടൈമായി. അപ്പോൾ എത്രയും പെട്ടെന്ന് ഫിൽ ചെയ്താൽ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഇത് എത്തിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതൊന്നിച്ച് ഒരാൾ വാങ്ങിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നതും അതാണ്. കാരണം ഒരു സീരിയസ് ആസ്പിരൻറ്റിനാകുമ്പോൾ ഇതൊന്നിച്ച് കിട്ടുന്നതായിരിക്കും ബെറ്റർ. അല്ലാതെ ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള ബുക്സ്, ഒരാൾ കെമിസ്ട്രി, ഒരാൾ ഫിസിക്സ്, ഒരാൾ ബയോളജി ഇങ്ങനെ വാങ്ങിക്കുന്നതിനേക്കാൾ ബെറ്റർ ഒരാൾ ഒന്നിച്ചത് എടുക്കുന്നതായിരിക്കും. അപ്പോൾ അഥവാ അങ്ങനെ ആരും എടുക്കാൻ വന്നില്ലേ, നിങ്ങൾക്ക് വേണ്ട മെറ്റീരിയൽ മാത്രം പറഞ്ഞാൽ മതി. ഇപ്പോൾ ഒരാൾ പറയുകയാണെങ്കിൽ എനിക്ക് 3 സ്റ്റഡി മെറ്റീരിയൽ മാത്രം മതി, അല്ലെങ്കിൽ 3 വർക്ക് ബുക്ക് മാത്രം മതി, അല്ലെങ്കിൽ സ്റ്റഡി പാക്കേജ് മാത്രം മതി. അങ്ങനെയാണെങ്കിൽ ആരും ഒന്നിച്ച് വാങ്ങിക്കാൻ തയ്യാറായിട്ടില്ലെങ്കിൽ ഞാൻ അങ്ങനെ നൽകാം. അപ്പോൾ അതിനുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ ആ ഗൂഗിൾ ഫോമിൽ ചോദിച്ചിട്ടുണ്ടാക്കും. അപ്പോൾ അതിനും നിങ്ങൾ ആൻസർ നൽകുക. പിന്നെ ഈ 12 മെറ്റീരിയൽസ് ഏതൊക്കെയെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ഇല്ലെങ്കിൽ ഞാൻ ഒന്നും കൂടി പറഞ്ഞു തരാം. 3 സ്റ്റഡി, നമുക്കറിയാം 3 സബ്ജക്റ്റാണ് നമുക്കുള്ളത്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. അപ്പോൾ അതിൽ സ്റ്റഡി മെറ്റീരിയൽ 3 എണ്ണം വരുന്നു. 3 എണ്ണത്തിനും 3 സ്റ്റഡി മെറ്റീരിയൽ. അതിൽ ഫുൾ ടോപ്പിക്സ് ആണുള്ളത്. അതായത് ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും ഉൾപ്പെട്ടിട്ടുണ്ട്. പിന്നെ അത് പ്രാക്ടീസ് ചെയ്യാനുള്ള അടുത്ത ബുക്സ് നമ്മുടെ വർക്ക് ബുക്സാണ്. ഓരോ സബ്ജക്റ്റിനും വർക്ക് ബുക്ക് വരുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് 3 വർക്ക് ബുക്ക്, ഇപ്പോൾ 3 സ്റ്റഡി മെറ്റീരിയലായി. പിന്നെ 6 സ്റ്റഡി പാക്കേജ് വരുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ 3 എണ്ണം ഫസ്റ്റ് ഇയറിൻ്റെയും 3 എണ്ണം സെക്കൻഡ് ഇയറിൻ്റെയും. അത് മാത്രമാണ് 2 പാർട്ടായിട്ട് വരുന്നത്. ബാക്കിയൊക്കെ ഫുൾ ടോപ്പിക്സ് അടങ്ങിയ മെറ്റീരിയൽ തന്നെയാണ്. അപ്പോൾ ഓക്കെ. അപ്പോൾ വീഡിയോയിലൂടെ എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് അറിഞ്ഞുകൂടാ. എങ്കിലും വാങ്ങിക്കേണ്ടവർ അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. എന്തായാലും ഞാൻ വീഡിയോ സ്റ്റോപ്പാക്കാൻ പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ആ ഗൂഗിൾ ഫോം ഫിൽ ചെയ്യുക. എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ്.